കൈരളി TV ഫീനിക്സ് പുരസ്കാര വിതരണം അല്പസമയത്തിനുള്ളിൽ കൊച്ചിയിൽ നടക്കും. ശാരീരിക വെല്ലുവിളികളെ നേരിട്ട് ജീവിത വിജയം കൊയ്തവർക്കുള്ള പുരസ്കാരങ്ങൾ മലയാളത്തിന്റെ മഹാനടനും കൈരളി TV ചെയർമാനുമായ പത്മശ്രീ ഭരത് മമ്മൂട്ടി സമ്മാനിക്കും. വിവരങ്ങളുമായി നമുക്കൊപ്പം കീർത്തിയുണ്ട്. കീർത്തി, ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? എപ്പോഴാണ് പ്രോഗ്രാം തുടങ്ങുക? വിശദാംശങ്ങൾ. വിജയൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ചിറ്റിലപ്പള്ളി ഗ്രാൻഡ് സ്ക്വയറിലാണ് കൈരളി TV നൽകുന്ന ഫിനിക്സ് അവാർഡ് 2024 ചടങ്ങ് നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ചടങ്ങ് ആരംഭിക്കും. ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ പുരസ്കാരദാന ചടങ്ങിൻ്റെ വിശിഷ്ടാതിഥി മഹാനടനായ മമ്മൂട്ടിയും കൈരളി TV ചെയർമാനുമായ മമ്മൂട്ടിയാണ് പുരസ്കാര ചടങ്ങ് നിർവഹിക്കുന്നത്, പുരസ്കാര വിതരണം നൽകുന്നത്. ഒപ്പം തന്നെ മറ്റ് നിരവധി വിശിഷ്ടാതിഥികൾ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും അതിഥികളൊക്കെ തന്നെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ, ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ചടങ്ങ് ആരംഭിക്കും. ഒപ്പം തന്നെ വിശിഷ്ടാതിഥികളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മറ്റ് അതിഥികളുടെ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുൻപ് ഈ പുരസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ വ്യത്യസ്തമാർന്നതൊപ്പം തന്നെ പ്രത്യേകത നിറഞ്ഞതുമായ ഒരു പുരസ്കാര വിതരണമാണ് കൈരളി TV നൽകുന്നത്. അതാണ് ഫീനിക്സ് പുരസ്കാരം. മറ്റ് അവാർഡ് ദാന ചടങ്ങുകളിൽ നിന്നും ഏറെ വ്യത്യസ്തമാർന്ന അവാർഡ് വിതരണം. നേരത്തെ വിജി സൂചിപ്പിച്ചതുപോലെ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന അതിൽ ജീവിതത്തിൽ തന്നെ നേട്ടം കൈവരിച്ച കഴിവ് തെളിയിച്ച ആളുകൾക്കാണ് ഇവിടെ അവാർഡ് നൽകുന്നത്. 3 അവാർഡാണ് കൈരളി TV നൽകുന്നത്. ഒപ്പം തന്നെ മമ്മൂട്ടി നൽകുന്ന ഒരു പ്രത്യേക അവാർഡ്, അത് പതിവായി അദ്ദേഹം നൽകാറുള്ളതാണ്. ഈ ഫിനിക്സ് അവാർഡ് പോലെ തന്നെ മറ്റ് നിരവധി വ്യത്യസ്തമാർന്ന പ്രത്യേകത നിറഞ്ഞ നിരവധി അവാർഡുകൾ കൈരളി TV നൽകാറുണ്ട്. അതിലൊന്നാണ് കതിർ അവാർഡ്. ഒപ്പം തന്നെ ഡോക്ടർ അവാർഡ്. സംരംഭകർക്ക് കൈരളി TV പുരസ്കാരം നൽകാറുണ്ട്. അങ്ങനെ ഏറെ വ്യത്യസ്തമാർന്ന അവാർഡ് ദാന ചടങ്ങാണ് അല്പസമയത്തിനകം തന്നെ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. അതിഥികളിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ആമുഖ പ്രഭാഷണം നടത്തും. ചലച്ചിത്ര സംവിധായകൻ രഞ്ജീവ് പണിക്കർ, കൈരളി TV ഡയറക്ടർമാരായ A വിജയരാഘവൻ, TR അജയൻ, CK കരുണാകരൻ, VK മുഹമ്മദ് അഷ്റഫ്, AK മൂസ മാസ്റ്റർ, MM മോനായി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച ജീവിതത്തിൽ നേട്ടം കൈവരിച്ച നിരവധി ആളുകൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കാറുണ്ട്. അവരെ തിരഞ്ഞെടുത്ത പുരസ്കാരം നൽകുന്ന ഒരു രീതിയാണ് കൈരളി TVയുടേത്. ഇത് വർഷങ്ങളായി കൈരളി TV പിന്തുടർന്നു വരുന്ന രീതിയാണ്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഫിനിക്സ് അവാർഡ് മാത്രമല്ല, വേറെ വ്യത്യസ്തമാർന്ന മറ്റ് നിരവധി അവാർഡുകൾ കൈരളി TV നൽകാറുണ്ട്. കതിർ അവാർഡ്, ഡോക്ടർ അവാർഡ്, സംരംഭകർക്ക് നൽകുന്ന അവാർഡ്, അങ്ങനെ നിരവധി വ്യത്യസ്തമാർന്ന അവാർഡുകൾ നൽകാറുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ ഫിനിക്സ് അവാർഡ്. എന്തായാലും ഇവിടുത്തെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വിജി, അതിഥികളൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മറ്റ് ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുന്ന മറ്റ് നിരവധി ആളുകളൊക്കെ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അവാർഡ് ദാന ചടങ്ങ് ആരംഭിക്കും. കീർത്തി, ശരിക്കും സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു പ്രോഗ്രാം തന്നെയല്ലേ ഈ ഫീനിക്സ് അവാർഡ് എന്ന് പറയുന്നത്? തീർച്ചയായും വിജയ്, സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു പുരസ്കാരദാന ചടങ്ങ് തന്നെയാണ്. നമ്മൾ മറ്റ് നിരവധി അവാർഡ് ദാന ചടങ്ങുകൾ കണ്ടിട്ടുണ്ട്. മറ്റ് നിരവധി സിനിമ അവാർഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിരവധി എഴുത്തുകാർക്കും ഒക്കെ തന്നെ അതിലൊക്കെ കഴിവ് തെളിയിച്ച, പ്രാവീണ്യം തെളിയിച്ച നിരവധി ആളുകൾക്ക് അവാർഡ് നൽകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ കൈരളി TV ഏറെ വ്യത്യസ്തമാർന്ന പുരസ്കാരദാന ചടങ്ങ്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ഫീനിക്സ് അവാർഡ്, ഫീനിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, തളർന്നു കിടന്നിടത്ത് നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരു ഇതിനെയാണ് നമ്മൾ ഫീനിക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഈ ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച, ആ ജീവിതത്തിൽ നേട്ടം കൈവരിച്ചവർ, ആ ശാരീരിക വെല്ലുവിളികളിൽ തന്നെ അതിൽ നിന്ന് തന്നെ കഴിവ് തെളിയിച്ച നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ തന്നെ നിരവധി ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് സമൂഹത്തിൽ. മറ്റൊന്ന്, ഇങ്ങനെ ശാരീരിക വെല്ലുവിളിയിൽ തളർന്നു പോകുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്കൊക്കെ കൂടി ഒരു പ്രചോദനമാകുന്ന ഒരു പുരസ്കാര
പുരസ്കാരദാന ചടങ്ങ് കൂടിയാണിത്. ഈ ഒരു അവാർഡ് ദാന ചടങ്ങ് കാണുമ്പോൾ ഇത്തരം വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ, അത് കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ, ഇവർക്കൊരു പ്രചോദനമാകുന്ന, എന്തുകൊണ്ട് ഇവർക്കൊക്കെ പറ്റുമെങ്കിൽ നമുക്കെന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ ചിന്തിക്കാനും അവർക്കൊരു പ്രചോദനമാകുന്ന ഒരു പുരസ്കാരദാന ചടങ്ങ് കൂടി ആണ് ഈ ഫിനിക്സ് അവാർഡ്. ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇത്തരം വെല്ലുവിളികൾ ഇവർ കൈരളി TV ഫീനിക്സ് പുരസ്കാരം അല്പസമയത്തിനകം കൊച്ചിയിൽ തുടങ്ങും. വിശദാംശങ്ങളാണ് കീർത്തി പങ്കുവച്ചത്.